നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ദോശ നമ്മൾ കടലയും കൊണ്ടാണ് തയ്യാറാക്കുന്നത്, അതായത് നമ്മുടെ കറിക്കടല. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ഇതുവരെ ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ദോശ തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടല, കറുത്ത കടലയാണ്. ആ ഒരു കടല നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 കപ്പ് നമ്മുടെ പച്ചരിയും കൂടെ ഞാൻ ഒരു 5-6 മണിക്കൂർ അതിൻ്റെ ഒപ്പം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവായും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് അരിയെല്ലാം ചേർത്ത് കൊടുക്കാം. അരി ചേർക്കുന്നതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അളവ് എത്രയുണ്ടോ അതനുസരിച്ച് മിക്സി ജാറിലോട്ട് ചേർത്ത് കേട്ടോ. ഉലുവായും കൂടെ ഇതിലോട്ട് ആവശ്യം ചേർത്തതിന് ശേഷം നമ്മുടെ ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിയും ഇതെല്ലാം അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അരിയുടെ ആ ഒരു തരിതരിപ്പുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ദോശയാണല്ലോ ചുടുന്നത്. ഇനി നമ്മൾ ഏതിലാണോ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 8 to 9 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തലേദിവസം രാത്രിയിലായിരുന്നു അരച്ച് വെച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ നോക്കിക്കോളൂ എടുത്തിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തവയാണെന്ന് ഇഷ്ടം അതെടുത്തോളൂ കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് ചൂട് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. തളിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇരുമ്പിൻ്റെ ആണ് എടുക്കുന്നത്, കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തോളൂ കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ്, ഞാൻ ഓയിൽ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ആ മാവ് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു തിൻ ബേസായിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ ദോശ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഓയിലോ ഗീയോ ബട്ടറോ എന്താ നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഗോൾഡൻ ആയി വരുന്ന സമയം വരെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ദോശ നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം, അതായത് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, എന്ത് ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ചന ദോശ ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി, ക്രിസ്പി ആൻഡ് ഹെൽത്തി കടല ദോശ ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ്. അതായത് നമ്മുടെ തേങ്ങ ചമ്മന്തി, സാമ്പാർ, കിഴങ്ങ് കറി എന്തിൻ്റെ ഒപ്പം നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒന്നും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിൻ്റെ വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.